ടെസ്ല മേധാവി ഇലോൺ മസ്കിന്റെ ഭ്രാന്തമായ ഒരു സ്വപ്നമാണ് ന്യൂറാലിങ്ക്. അതിലേക്കുള്ള ശ്രമങ്ങളുമായി മസ്ക് മുന്നോട്ടു പോകുമ്പോൾ ഈ ചരിത്ര ദൗത്യത്തിൽ വൻ തിരിച്ചടികൾ നേരിടുകയാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മനുഷ്യന്റെ ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ കൊതിക്കുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക്. ന്യൂറാലിങ്ക് കോർപ്പറേഷൻ എന്ന ഗവേഷണ സ്ഥാപനത്തിലൂടെ അദ്ദേഹം അതിനുവേണ്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിവരികയായിരുന്നു. ഇലോൺ മസ്കിനൊപ്പം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് കമ്പനിയായ ന്യൂറാലിങ്കിന്റെ സഹസ്ഥാപകനാണ് ബെഞ്ചമിൻ റാപ്പോപോർട്ട്. ന്യൂറാലിങ്ക് വിട്ട ബെഞ്ചമിൻ ഇപ്പോൾ കമ്പനി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിൽ ആശങ്ക പ്രകടിപ്പിച്ചെത്തിയതും മസ്കിന് തിരിച്ചടിയായി. വർഷങ്ങളായി വൈദ്യശാസ്ത്രത്തിലേക്ക് ന്യൂറൽ ഇന്റർഫേസുകൾ സന്നിവേശിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങളിലാണ് ന്യൂറോ സർജനായ ബെഞ്ചമിൻ. സാങ്കേതിക വിദ്യയുമായി വൈദ്യശാസ്ത്രത്തെ ബന്ധിപ്പിക്കുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷാഘാതമോ മറ്റോ കാരണം തളർന്നുപോയവരെയും കൈകാലുകളില്ലാത്തവരെയും അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുമൊക്കെ പ്രവർത്തിപ്പിക്കാൻ തങ്ങളുടെ ബ്രെയിൻ ചിപ്പ് സഹായിക്കുമെന്നാണ് ന്യൂറാലിങ്ക് അവകാശപ്പെടുന്നത്. എന്നാൽ ആദ്യത്തെ മനുഷ്യരോഗിയുടെ തലച്ചോറിൽ ഘടിപ്പിച്ച ഉപകരണത്തിന് മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടെന്ന് ന്യൂറാലിങ്ക് വെളിപ്പെടുത്തിയത് മസ്കിനേറ്റ ആഘാതമായിരുന്നു. തലയോട്ടിയുടെ ചെറിയൊരു ഭാഗം നീക്കി അതിലൂടെ ചെറിയൊരു കമ്പ്യൂട്ടർ ചിപ്പ് വെച്ച് തലച്ചോറും കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ന്യൂറാലിങ്ക് സാങ്കേതിക വിദ്യ. സന്നദ്ധരായവരെ ക്ഷണിച്ച് കമ്പനി ഇറക്കിയ കുറിപ്പിന് മികച്ച പ്രതികരണം ലഭിച്ചെന്നാണ് നേരത്തെ കമ്പനി അവകാശപ്പെട്ടത്. മനുഷ്യന്റെ ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മസ്ക് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഒരു സ്വതന്ത്ര റിവ്യൂ ബോർഡിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം പക്ഷാഘാത രോഗികളിൽ ബ്രെയിൻ ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. പ്രിസസ് റോബോട്ടിക്കലി ഇംപ്ലാന്റ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. മാസങ്ങൾക്ക് മുമ്പായിരുന്നു ന്യൂറാലിങ്ക് ടെലിപ്പതി എന്ന ഉപകരണം മനുഷ്യന്റെ തലച്ചോറിൽ പരീക്ഷിച്ചത്. കുരങ്ങിലും പന്നിയിലും പരീക്ഷണം നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇത് മനുഷ്യനിൽ പരീക്ഷണം തുടങ്ങിയത്. ജനുവരിയിൽ നോലൻഡ് അർബാഗ് എന്നയാളിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ തുടർന്നുള്ള ആഴ്ചകളിൽ ഉപകരണം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത സാഹചര്യം വരികയായിരുന്നു. ന്യൂറാലിങ്കിന്റെ പ്രവർത്തനം ചെറിയ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാണ്. അവ തലച്ചോറിനുള്ളിലേക്ക് കടന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്നാൽ മസ്തിഷ്ക കോശത്തിലേക്ക് ബന്ധിപ്പിച്ച ഇലക്ട്രോഡ് അടങ്ങിയ ത്രെഡുകൾ ആ കോശത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതോടെ ബ്രെയിൻ ചിപ്പ് ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും കമ്പനി വെളിപ്പെടുത്തി. വാൾസ്ട്രീറ്റ് ജേണൽ നേരത്തെ തകരാർ സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം തുടർച്ചയായ സോഫ്റ്റ്വെയർ ഫിക്സുകളിലൂടെ എല്ലാം പരിഹരിച്ചതായാണ് ന്യൂറാലിങ്കിന്റെ വിശദീകരണം. തുടക്കത്തിലുള്ളതിനേക്കാൾ മികച്ച പ്രകടനം ഇപ്പോൾ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടെന്നും അവർ പറയുന്നു.